ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിന് അതിരുവരമ്പുകളില്ല. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നേഹമെന്ന് അഗാപ്പെ എന്ന സ്നേഹമാണ് അതിരുവരമ്പില്ലാത്ത സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ച് മറ്റു ചില പദങ്ങളുണ്ട്. അത് സ്റ്റോറേജ് എന്നും ഈറോസ് എന്നും ഫീലിയ എന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമുക്ക് ഈ 3 ഇതും സാത്താൻ്റെ ആണെന്നുള്ള കാര്യമാണ്. ഈറോസ് വേണ്ട, അതൊക്കെയും സാത്താൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് യേശുവിൻ്റെ കയ്യിലിരിക്കുന്നതായ അഗാപ്പെ അത് സ്നേഹമാണ്. ആ സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹമാണ്, നിഷ്കളങ്കതയുടെ സ്നേഹം, നിർമ്മലമായ സ്നേഹം. നമുക്ക് സ്നേഹിക്കാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവിൽ നാം സ്നേഹിക്കുന്നത് എന്താണ്? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ തിരുമേശയിലൊക്കെ നമുക്ക് ചിന്തിക്കുന്നത്, തിരുമേശയൊക്കെ കൈക്കൊള്ളുന്നവരുണ്ടല്ലോ, അവരോടൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ട്. അതിനകത്ത് ഈ ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കും. അപ്പോൾ ക്രൂശിൽ കർത്താവിനെ കൈവിട്ടതെന്ത് എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൈവിട്ടത്. പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾക്ക് വായിപ്പാൻ കഴിയും. എന്താണ്? യേശുക്രിസ്തു എന്തിനു വേണ്ടി വന്നു ഈ ഭൂമിയിൽ, അത് നിവർത്തിച്ചുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. ആ ക്രൂശിലെ മരണം കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്നും നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചു. ഈ വർഷത്തിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ലോകം ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. ഇന്ന് കണ്ടില്ലേ, പലപ്പോഴും പലയിടത്തും പല പ്രശ്നങ്ങളാണ്. കേരളത്തിൽ പോലും ക്രിസ്മസ് തൊപ്പികളൊക്കെ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരെ പോലും വിലക്കി ഇത് വിൽക്കരുത്, ഇതിവിടെ വിൽക്കാൻ പാടില്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞ് വിലക്കുവാനിടയാകുന്നു. അതുപോലെ തന്നെ വടക്കേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷത്തിന് എതിരായി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ദേവാലയങ്ങൾ തകർക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നാം പറയുന്നത്, ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല. അനുകൂലമായിട്ട് ദൈവത്തെ നമുക്കൊരിക്കലും സേവിപ്പാനും പറ്റില്ല. അതിൻ്റെ ഉദാഹരണം നമുക്ക് കാണിക്കാൻ കഴിയുന്നത്, തിരമാല അടങ്ങിയിട്ട് കുളിക്കാൻ നോക്കുന്നത് പോലെയാണ്. തിരമാല അടങ്ങിയിട്ട് എപ്പോഴെങ്കിലും കുളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം തമ്മിൽ സ്നേഹിക്കണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കുന്ന ഒരു ദൈവകൃപയാണ് നമുക്ക് വേണ്ടത്. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, 2-3 പേർ ഒത്തുകൂടുമ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശമൂവേൽ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, അങ്ങ് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു താഴ്മയും വിനയവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയട്ടെ. വിളക്കണയുന്നതിന് മുമ്പ് ശൗമേൽ ചെന്ന് കിടന്നുറങ്ങും. എന്നാൽ കർത്താവ് ശൗമേലിനെ വിളിച്ചു, ശൗമേലേ. എന്നാൽ ഏലിയുടെ ചെന്ന് എന്നെ വിളിച്ചോ എന്ന്, കാരണം ഏലിയുടെ ശബ്ദം മാത്രമേ ശൗമേലിന് അറിയത്തുള്ളൂ. എന്നാൽ ഏലി തന്നെ പറയുന്നുണ്ട്, ഇനിയും നിന്നോട് സംസാരിക്കുമ്പോൾ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദമാണെന്ന് ശമൂവേലിന് മനസ്സിലായി. നമുക്കും ദൈവജനത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് സ്നേഹം. ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ ദൈവവചനം ദൈവസന്നിധിയിൽ പ്രസംഗിക്കുമ്പോൾ ചിലർക്കത് കുത്തുവാക്കുകളായിട്ട് തോന്നിയേക്കാം. കുത്തുവാക്കൊന്നും ആരും പറയാറില്ല. അപ്പോൾ അങ്ങനെ സാക്ഷ്യം പറയുമ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് സാക്ഷ്യം പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ളതായ സമയത്ത് ഒരിക്കലൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ
അവിടെ ബൈബിൾ കടയിൽ കയറി കുത്തുവാക്യമുള്ള ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. കടക്കാരൻ്റെ അടുത്ത് ഭർത്താവ് ചെന്ന് ചോദിച്ചു, കുത്തുവാക്യമുള്ള ബൈബിൾ വേണം. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇവിടെ കുത്തുവാക്യമുള്ള ബൈബിളൊന്നുമില്ല, ഒത്തുവാക്യമുള്ള ബൈബിളുണ്ട്, അത് വേണേൽ തരാമെന്ന് പറഞ്ഞു. പലർക്കും ഇതാണ്, കുത്തുവാക്യം വേണം. സ്നേഹം പലപ്പോഴും കുറഞ്ഞു പോകുന്ന അനുഭവമാണ്. ചില നിസ്സാര വിഷയത്തിൽ ക്ഷമിക്കാൻ വയ്യ, കരുണ കാണിക്കാൻ വയ്യ, മനസ്സലിവില്ല, ദയയില്ല. അങ്ങനെ വരുമ്പോൾ സ്നേഹം അവരിൽ നിന്നും വിട്ടുപോയി. ഈ ദാവീദിൻ്റെ സഞ്ചിയിൽ 5 കല്ലുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതിലൊരു കല്ലാണ് പുറത്തു പോയത്. അപ്പോൾ 4 കല്ലും ആ പുറത്തു പോയ കല്ലിന് വിജയം നേടി വരാൻ പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ദൈവവചനത്തിലില്ലെങ്കിലും ചിന്തകളാണ്. അപ്പോൾ കൂട്ടായ്മ എന്ന വാക്ക് കൈനോനിയ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ കൂട്ടായ്മ അത് ദൈവസന്നിധിയിൽ നമുക്കുണ്ടായിരിക്കണം. കർത്താവത്തുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിന് വിടുതലായി തീരണം. സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതേ തിരുവചനമെന്ന കല്ല് ദാവീദ് തൊട്ടിലിറങ്ങിയെടുത്തതുപോലെ എടുക്കുക. എന്നിട്ടോ അത് പ്രാർത്ഥന എന്ന കവണിയിൽ വെച്ച് നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന സാത്താന് നേരെ അത് എയ്യുന്നെങ്കിൽ അത് കൃത്യമായി അവിടെ ചെന്ന് കൊള്ളും. അവൻ താഴെ വീഴും. അവിടെ ദൈവമഹത്വം നമുക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. ഇതുപോലെ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹപ്രദമാകും. നമുക്കതിനു വേണ്ടി ശ്രമിക്കാം, ഒരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ അവൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് സ്നേഹം ഒരു നാളും ചീർക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ തന്നെ നമുക്ക് എല്ലാവരോടും ആയിരിക്കാം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.